അതേ സമയത്ത് സവാനിയയിലെ വീരന്മാർ അവരുടെ കൈവശമുണ്ടായിരുന്ന ഇരുമ്പുരുക്കി ആയുധങ്ങളാക്കി മാറ്റി. അവരുടെ നേതാവായി ഹക്കീമിനെ അംഗീകരിച്ചു. അവനെയാണ് അവർ വിശ്വസിച്ചത്. അതേസമയം കുള്ളന്മാർ ക്വാക്കിന് വേണ്ട ആഹാരങ്ങൾ കൊടുക്കുകയുണ്ടായി. സമാധാനമായിരിക്കൂ ബഹുമാനപ്പെട്ട ഹക്കീം നേതാവേ, അത് താങ്കളുടെ തലയ്ക്കുള്ള ഒരു കവചമാണ്. അയ്യോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ലെന്ന്. തീർച്ചയായും വേണം. ഇതെല്ലാം കാണുമ്പോൾ പൊളോക്കിയർ പേടിച്ച് വിറയ്ക്കും. കൊളാക്കിയർ എന്നെ കൊന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് കവചം ഇടാൻ പറഞ്ഞത്. ആരെന്റെ മേലെ കല്ലെറിഞ്ഞത്? അവർ നമ്മളെ ആക്രമിക്കുന്നു. എല്ലാവരും തയ്യാറാകുക. എല്ലാവരും തയ്യാറായിക്കോളൂ. ആയുധങ്ങൾ എടുത്തോളൂ. ഒരു മിനിറ്റ്, ഞാൻ ധൃതിപ്പെട്ടു. എല്ലാ ലോഹങ്ങളും നിങ്ങൾ ഒരുക്കി കഴിഞ്ഞോ? പറയൂ. ഞാൻ താങ്കളോടാണ് പറഞ്ഞത്. വേഗം, പൊളോക്കിയർ നമ്മളെ ആക്രമിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓ, അങ്ങനെയാണോ മഹാരാജാവേ? അറിയാതെ ചവിട്ടിപ്പോയതാ, ക്ഷമിക്കണം. നിങ്ങളെ പരിക്കേൽപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഈ രാജ്യത്തെ നശിപ്പിക്കട്ടെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. അവർക്ക് നമ്മളെ എതിർത്ത് തോൽപ്പിക്കാനാവില്ല. കാരണം നമ്മുടെ ഹക്കീം അത്രയ്ക്ക് വലുതാണ്. നിങ്ങൾ എങ്ങനെ ഇരുന്നാ മതി. അയ്യോ, ആരെന്നെ മേലെ ഇരുന്നത്? ഈ പ്രശസ്തനായ ഹക്കീമിനെ നിങ്ങൾ ദേഷ്യപ്പെടുത്തി. അത് തെറ്റില്ലേ ക്വാക്ക്? നീ തിന്നോണ്ടിരിക്കി. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട മെലാക്വിൻസ്. നമ്മളെ രക്ഷിക്കാൻ ഒരു വലിയ ധീരനുണ്ട്. എന്താ ഇത്? എന്തിനാ അവർ ആർത്തുകൊണ്ടിരിക്കുന്നേ? അവരുടെ കൂടെയും ഒരു രാക്ഷസനുണ്ട്, നിങ്ങളെക്കാളും വലിയൊരാൾ. ആരത്? വിഷമിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഞാനൊരു വാൾ തരാം. അവന്റെ കയ്യിൽ അതില്ലല്ലോ. അവരെ ഓടിച്ചിട്ട് എന്റെ മകളെ രക്ഷിക്കണം. അവരോടൊപ്പം ഒരു രാക്ഷസനുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകനെ രക്ഷിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ധീരനെ പോലെ അഭിനയിച്ചാൽ മാത്രം മതി. അവൻ പേടിച്ചോടിക്കോളും. എനിക്ക് നിങ്ങളോടൊരു സത്യം പറയാതെ വയ്യ. നിങ്ങളുടെ ശബ്ദത്തിന്റെ പ്രതിധ്വനി പേടിപ്പെടുത്തുന്നത് പോലെ അല്ല. നിങ്ങളുടെ ശബ്ദം കേട്ട് അവൻ പേടിക്കണം. ശരി, ഇപ്പൊ കണ്ടോ? ഞാനിതാ വരുന്നു. നിന്നെ കൊല്ലുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. ആക്രമിക്കൂ നേതാവേ, അവനെ ഒരു പാഠം പഠിപ്പിക്കാം. അവന്റെ കഥ കഴിച്ചേക്കൂ. ആ സമയത്ത് ആ പണക്കാരനായ വ്യാപാരി തനിക്ക് കിട്ടിയ ആ പാവകളുമായി കളിച്ചുല്ലസിച്ചു. അച്ഛാ, രാജകുമാരനും രാജകുമാരിക്കും ഞാൻ കുറച്ച് ഭക്ഷണം കൊടുത്തോട്ടെ? ആർക്കാണ് മോളെ? എന്റെ പാവക്കുഞ്ഞുങ്ങളാണ്. അവരുടെ പേരും അവരെന്നോട് പറഞ്ഞു. കൊടുത്തോളൂ മോളെ. ഇതാ മോളെ, അവർക്കിത് കൊണ്ടുപോയി കൊടുക്ക. ഇത് കണ്ടോ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എനിക്കും ഇഷ്ടമല്ല. ഞങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ നിനക്ക് അധികാരമില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഇത് അവളുടെ തെറ്റുകൊണ്ടല്ല വിഡ്ഢി. നീ മൂലമാണ് നമ്മൾ ഇവിടെ വന്ന് കുടുങ്ങിയത്. ഞാനോ? നീയാണ് ഒറ്റയ്ക്ക് ഇരുട്ടിൽ നടന്നു വന്നത്. ഞാൻ അപ്പ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. സൊളാനി രാജകുമാരി, നിങ്ങളെ രാജ്യക്കാർക്ക് യുദ്ധം മാത്രമല്ല നടക്കാനും അറിയില്ല. നടക്കാൻ ഞാൻ പഠിപ്പിച്ചു തരട്ടെ. നിങ്ങളുടെ നാട്ടിലെ പോലെ ബുദ്ധിയില്ലാത്തവർ വേറെ എവിടെയും ഉണ്ടാവില്ല. ഞാനേ മുകളിൽ കയറി വരുമായിരുന്നു. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. എന്ത്? അത്രയ്ക്ക് അഹങ്കാരമോ? എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെക്കാട്ടും ചെറുതാ. എന്നോട് സംസാരിക്കാൻ നിനക്ക് എന്തൊരു ധൈര്യമാ? കുള്ളന്മാരുടെ സ്ഥലമാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ കൈവശം ധാരാളം പണം വന്ന് ചേരുമെന്ന് തോന്നുന്നു. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ. നീ ശബ്ദമുണ്ടാക്കിയത് കൊണ്ടാണ് ആ പറന്നു വന്ന രാക്ഷസൻ നമ്മളെ പിടിച്ചോണ്ട് പോയത്. നീ ബുദ്ധിയില്ലാത്തവരെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ദേഷ്യപ്പെട്ടത്. എന്നാൽ ശരിക്കും നീ ഒരു വിഡ്ഢി തന്നെ. ഈ അഹങ്കാരത്തിന് നിനക്ക് തക്ക ശിക്ഷ തരേണ്ടതാണ്. അരമനയിൽ എത്തിയതിനു ശേഷം നിനക്ക് കാണിച്ചു തരാം. പറഞ്ഞ മനസ്സിലാവില്ലേ? ഇനി നമ്മൾ ഒരിക്കലും വീട്ടിൽ പോകാൻ പറ്റില്ല. കരയണ്ട, നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. സത്യമായിട്ടും.
എന്റെ അടുത്ത് കീഴടങ്ങൂ ശത്രുക്കളെ, അല്ലെങ്കിൽ ഞങ്ങളുടെ രാക്ഷസൻ നിങ്ങളെ നശിപ്പിച്ചു കളയും. എന്റെ രാക്ഷസൻ നിങ്ങളെ എല്ലാവരെയും കൊന്നുകളയും. എന്താ നോക്കുന്നത്? ഞാൻ കാഴ്ചക്ക് ചെറിയ കുട്ടിയായിരിക്കാം, പക്ഷെ ഞാൻ ഭയങ്കര ധൈര്യശാലിയാ. ഇത് ഹക്കീമിന്റെ ശബ്ദമാണല്ലോ. സിന്ധുബാദ്, നിങ്ങളാണോ? ഹക്കീം, നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ രക്ഷിക്കാൻ നിങ്ങൾ ഇങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളാണെങ്കിൽ ഞാനിങ്ങനെ പറയില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തമാശ കാണിക്കുകയാണോ? ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. നമുക്ക് ഈ യുദ്ധം എപ്പോഴാണ് ആരംഭിക്കേണ്ടത്? ഇവന് കവചമുണ്ടാക്കാനായി ഞങ്ങൾ ഞങ്ങളുടെ ലോഹങ്ങളെല്ലാം ഒരുക്കി. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളുമാണ്. നിങ്ങളുടെ ആവശ്യമില്ലാത്ത തർക്കങ്ങളെല്ലാം നിങ്ങൾ അവസാനിപ്പിക്കണം. അധികം സംസാരിക്കരുത്. ഇനിയും ക്ഷമിക്കാൻ കഴിയില്ല. ഈ രാക്ഷസന്റെ ആയുധം എടുക്കോ. പൊതുവായി ഒരു ആയുധം തയ്യാറാക്ക. വീണ്ടും യുദ്ധം ചെയ്യാനുള്ള പുറപ്പാടാണല്ലോ. പണം മാത്രം പോരാ, ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എത്ര മണം വേണമെങ്കിലും എനിക്ക് തരാമെന്നല്ലേ പറയുന്നത്? നിങ്ങൾക്ക് ഞാനിപ്പോ അത് തന്നെ. ഇതിനകത്താണ് ആ രാക്ഷസൻ ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്നത്. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഞാൻ പുതിയ പാവകൾ തരുന്നുണ്ട്. അയാൾ ഇങ്ങോട്ടാണ് വരുന്നത്. ഇനി എന്ത് ചെയ്യും? ആനയുടെ അടുത്ത് സൂക്ഷിച്ചു വേണം, അത് നിങ്ങളെ ചവിട്ടിക്കളയും. ഭയപ്പെടണ്ട. ആ ആന കളിപ്പാട്ടം അതിന്റെ വാരി കയറിയത് കൊണ്ടാ കുരച്ചത്. അതെ അതെ, ആന വളരെ ആപത്തുള്ള മൃഗമാണ്. അതിനോട് എന്തെങ്കിലും തെറ്റ് കാണിച്ചെങ്കിൽ മാത്രമേ അത് നമ്മോട് വിരോധം കാണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സിന്ധുബാദും അവന്റെ ആത്മസുഹൃത്ത് ഹക്കീമും ബാഗ്ദാദ് തുറമുഖത്ത് വന്ന് അടുത്ത്. ഇത്രയും നാളുകൾക്ക് ശേഷം നാട്ടിലെത്തിയപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു അല്ലേ ഹക്കീം? ഇറങ്ങി കിട്ടിയ മതായിരുന്നു. വയറ് നിറച്ചും തിന്നാൻ പോവാ. എനിക്ക് വിശന്നിട്ട് വയ്യ. ദേഷ്യപ്പെടില്ലേ ക്വാക്ക്? തീർച്ചയായും നിനക്ക് ഞാൻ തരും. നമ്മൾ കരയ്ക്ക് അടുക്കാറായി ഹക്കീം. ഞാൻ പോയി എല്ലാം റെഡിയാക്കാം സിന്ധുബാദ്. എന്റെ അമ്മാവന് ഉടനെ തന്നെ ഈ സമ്മാനം കൊണ്ടുപോയി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മതി മറ്റു ജോലികളെല്ലാം. ഒന്ന് വേഗം പോ. അവർക്ക് കൊടുക്കാൻ താമസിച്ചാൽ അവർ എന്നെ കൊന്നുകളയും. വിഷമിക്കാതിരിക്കെ, ഇനിയും കുറച്ച് സമയം കൂടി മതി നമുക്ക് അവിടെ എത്താൻ. ഇത് അവനല്ലോ. അതാരാണ്? ഓ, ഇവനാണോ സിന്ധുബാദ്? ഇത് ഹക്കീം എന്ന് തോന്നുന്നു. ഇതാണോ ക്വാക്ക്? ഇവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്നത്? നിങ്ങളാണോ സിന്ധുബാദ്? എന്നെയാണോ നിങ്ങൾ സിൻബാദ് എന്ന് വിളിച്ചത്? അതെ, നിങ്ങളോട് സറായ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. സറായയോ? ശരി, സിൻബാദിനോട് എന്ത് കാര്യമാണോ നിങ്ങൾ പറയാൻ വന്നത് അത് എന്നോട് പറഞ്ഞോളൂ. അതായത് സിൻബാദിനോട് പറയാൻ വന്നത്. അവൾ ആനദ്വീപിലേക്ക് പോയിരിക്കുക. അവളുടെ കൈവശം ഒരു മാപ്പ് ഉണ്ടത്രേ. എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? പറഞ്ഞിട്ടുണ്ട്. ആ ദ്വീപിലുള്ള ആനകള് 100 വർഷം എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പോയതാണെന്ന്. ആനകളുടെ ദ്വീപോ? എങ്ങനെയാ അവിടേക്ക് പോകുന്നത്? നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ കയ്യിൽ ആനദ്വീപിന്റെ പടമുണ്ട്. പക്ഷെ ഇതെല്ലാം തലകീഴാണല്ലോ കാണുന്നത്. ഒരു നിമിഷം നിക്ക്. ഇപ്പൊ നോക്ക്, നിങ്ങളുടെ കയ്യിൽ പതിഞ്ഞിട്ടുണ്ട്. ആനകളുടെ ദ്വീപിലേക്ക് പോകാനുള്ള ഭൂപടമാണല്ലേ ഇത്? വളരെ നന്ദി സിൻബാദ്, നിങ്ങൾ ചെയ്ത ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. അയ്യോ, ഈ സമ്മാനം മാമന് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ കൊണ്ടുപോയി കൊടുത്തേക്കാം. ഞാൻ എങ്ങനെയാ നാട്ടിലേക്ക് പോവാ? എങ്ങനെയെങ്കിലും പോ, ഞാനെന്ത് വേണം? നമ്മൾ എങ്ങനെയാ വന്നോ സിന്ധുബാദ്? നാടെന്ന് പറഞ്ഞ നാട് തന്നെയല്ലേ? സിന്ധുബാദ് എന്നാണല്ലോ പറഞ്ഞത് ഈ പയ്യൻ. വാ ഹക്കീം, നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും പോയി കഴിക്കാം. ഒന്ന് നിന്നെ അവിടെ. നിങ്ങളാണോ സിന്ധുബാദ്? ഇതാണോ ഹക്കീം? ഇത് ക്വാക്കാണോ? ദേഷ്യപ്പെടണ്ട ക്വാക്ക്, നിങ്ങൾ ഞങ്ങളെ അന്വേഷിച്ചു വന്നതാണോ? അതെ, സിന്ധുബാദ് എന്നൊരാളെ അന്വേഷിച്ചു വന്നതാ. ഞാനാ സിൻബാദ്. ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? ഞാൻ അറിയാതെ അവനോടൊരു വാർത്ത പറഞ്ഞു പോയല്ലോ. എന്ത് വാർത്ത? സറായ നിങ്ങൾക്ക് വേണ്ടി ഒരു വാർത്ത അയച്ചിട്ടുണ്ട്. അവൾ ആനദ്വീപിലേക്ക് പോയെന്നോ? ആ ദ്വീപിലെ കാവൽക്കാരൻ ഒരു വലിയ മൃഗമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് സത്യമാണ് ഹക്കീം. നമ്മൾ പെട്ടെന്ന് അവിടെ ചെന്ന് സിറായെ സഹായിക്കണം കേട്ടോ. ഈ മാപ്പ് വെച്ച് നിങ്ങൾക്ക് അവിടെ പോയി ചേരാം. വളരെ നന്ദി. അവിടെ എത്തുന്നതുവരെ ഇത് മായാതെ നോക്കണം. ബോട്ട് ശരിയാക്കി ഹക്കീം, നമ്മൾ ആനദ്വീപിലേക്ക് ഉടനെ തന്നെ പുറപ്പെടണം.
ആ വയസ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് റേഷൻകാർ അവന്റെ അമ്മാവന്റെ പക്കൽ ഈ വിവരങ്ങളെല്ലാം അറിയിക്കുവാൻ പോയി. അയാളോട് ഈ രഹസ്യങ്ങളെല്ലാം പറഞ്ഞ് അയാളെയും കൂട്ടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അമ്മാവ ഞാൻ അമ്മാവന് വേണ്ടി ഒരു നല്ല സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം മരുമകനെ, ഈ പൂച്ചയാണോ? അല്ലല്ലല്ല, ഞാൻ ഈ പൂച്ചയെ കുറിച്ചല്ല അമ്മാവ പറഞ്ഞത്. ഞാൻ പറയാൻ പോകുന്നത് കേട്ടാൽ അമ്മാവൻ ഒരുപാട് സന്തോഷിക്കും അമ്മാവ. പറയാനുള്ളത് വേഗം പറഞ്ഞിട്ട് പോ, എനിക്ക് ഭക്ഷണം കഴിക്കണം. ആനകളുടെ ദ്വീപിലേക്ക് വഴി കാണിക്കുന്ന ആ രഹസ്യ ഭൂപടം ഞാൻ കണ്ടുപിടിച്ചു അമ്മാവ. ആനകളുടെ ദ്വീപോ? സത്യമാണോ നീ പറയുന്നത്? അതെ അമ്മാവ, ആ വഴി എനിക്കറിയാം. ആ, ഈ പുസ്തകമാണ് ഞാൻ അന്വേഷിച്ചത്. ആ ദ്വീപിൽ ആനക്കൊമ്പുണ്ട്. ആ കൊമ്പുള്ളത് കൊണ്ടാണ് ആനകൾ ദീർഘകാലം ജീവനോടെ ഇരിക്കുന്നതെന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് കിട്ടിയാൽ എനിക്ക് മരണമുണ്ടാവില്ല, മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ അമ്മാവൻ ഇത് വളരെയധികം ആവശ്യമുള്ള വാർത്തയാണെന്ന്. ചുമ്മാ വായിട്ടടിക്കാതെ അതിങ്ങിതാ, ഞാൻ പോവാ. എന്നെയും കൂടെ കൊണ്ടുപോകണം, കാരണം ആകപ്പാടെയുള്ള ഒരു ഭൂപടം എന്റെ കയ്യിലാ. ആ ദ്വീപിലേക്ക് പോകുമ്പോ റേഷൻകാരുടെ കൂടെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് അവൻ പറഞ്ഞു. അവന്റെ കയ്യിലായിരുന്നു അതിന്റെ മാപ്പ് ഉണ്ടായിരുന്നത്. അവർ എത്തിച്ചേരുന്നതിന് മുമ്പ് സറായ അവിടെ എത്തിച്ചേർന്നു. ഒരു തരത്തിൽ എത്തിച്ചേർന്നു. ആനകളുള്ള ദ്വീപാണ്, വിശ്വസിക്കാനേ കഴിയുന്നില്ല. അപ്പം നമ്മുടെ വഴി ശരി തന്നെയാണ്. അവര് പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഒരു വലിയ കടൽ മൃഗമുണ്ടല്ലോ. ഇവന്റെ അടുത്ത് നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? വേറെ ഏതെങ്കിലും വഴിയുണ്ടോന്ന് നോക്കണം. സുരയ്യ, അതാ കടൽമൃഗം സിന്ധുബ. സുരയ്യയുടെ കപ്പൽ ആ കടൽമൃഗം തകർക്കും. അവിടെ നിന്ന് ചാട്. വേഗം സിൻബാദ്, കരയിലേക്ക് അടുക്കൂ. സിന്ധുബ, രക്ഷിക്ക്. ഹക്കീം, ഇത് പിടിച്ചോ. കയറിട്ട് നിന്നതിന് നന്ദി സുരയ്യ. നീയും എന്നെ ഒരിക്കൽ രക്ഷിച്ചതല്ലേ, അതുകൊണ്ടാണ്. വേഗം പോകൂ സിൻബാദ്, വേഗം ആവട്ടെ. പറ്റുന്നില്ല, കാറ്റ് കുറവാണ്. നീതെന്തെങ്കിലും ചെയ്യ്. ഈ കടൽമൃഗത്തിന്റെ കഴിവുകൊണ്ട് എനിക്ക് ചാവാൻ പറ്റില്ല. സിന്ധുബാദ് ആ കടൽമൃഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കപ്പലിന്റെ വേഗത കൂട്ടി. എന്നാൽ ആ കടൽമൃഗം സിന്ധുബാദിനെയും കപ്പലിനെയും വിഴുങ്ങണമെന്ന ഉദ്ദേശത്തോടുകൂടി അവരെ സമീപിച്ചു. ഇങ്ങനെ പോയാൽ കരയിൽ എത്തിച്ചേരാൻ പറ്റില്ല സിൻബാദ്. നീ ബോട്ട് ഓടിക്ക് സിറായ, എന്താണെങ്കിലും പിടിവിടരുത്. ഞങ്ങളോട് എടുത്ത് ഞങ്ങളെ കൊല്ലാൻ നോക്കുകയാണോ? ഇപ്പൊ കാണിച്ചു തരാം ഞങ്ങൾ ആരാണ്. സിൻബാദ്, വേഗം എന്തെങ്കിലും ചെയ്യൂ. എനിക്ക് ഇത് കൂടുതൽ ഓടിക്കാൻ കഴിയുന്നില്ല. കുറച്ചു നേരം ക്ഷമിക്കേ, ഞാൻ എത്തിക്കോളാം.